काहे खफाए से चुलबुल से बुलबुल काहे ना तुमने बतिया है काहे पड़ा पीछे जाने दे. ഹലോ ഗായ്സ്, വെൽക്കം ടു തിയോ ക്രാഫ്റ്റ് ആൻഡ് വേൾഡ്. ഇന്ന് എൻ്റെ ക്രാഫ്റ്റ് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പം കാലയിൽ എന്തോ തട്ടി. താ നോക്കിയപ്പം അമ്മയുടെ മരുന്ന് കുപ്പി. ഇത് വെച്ചത് ക്രാഫ്റ്റ് ചെയ്താലോ. അപ്പോഴാണ് ഓർത്തത് ഇന്നലെ കുറച്ച് പേരയ്ക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു കവർ ഊരിയാലോ. ഇത് വെച്ച് നമുക്കൊരു ക്രാഫ്റ്റ് ഉണ്ടാക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇതിന് വേണ്ടി നമുക്ക് വേണ്ടിയത് ടേപ്പ്, നമ്മുടെ പേരയ്ക്കാന്ന് ഊരിയ കവറ്, പിന്നെ നൂല് കമ്പി, പിന്നെ മരുന്നിന് ഡബ്ബ. അതിൻ്റെ അടപ്പ് ഊരി ഡബ്ബ മാത്രം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ കവർ നമ്മൾ എടുത്തിട്ട് നമ്മളിതിൻ്റെ അടിയിൽ റബ്ബർ ബാൻഡ് കെട്ടാൻ പോവാണ്. സോ അതിൻ്റെ അടിയിൽ ജസ്റ്റ് കൂട്ടി പിടിച്ചിട്ട് നമുക്ക് റബ്ബർ ബാൻഡ് കെട്ടാം. ഇതിൻ്റെ അടിഭാഗത്ത് റബ്ബർ ബാൻഡ് കെട്ടിക്കഴിയുമ്പോൾ ഇതൊരു കപ്പിൻ്റെ ഷേപ്പിലായിരിക്കും മുകൾ ഭാഗം. നമുക്കിനി ഈ കെട്ടിയ ഭാഗം ആ കവറിൻ്റെ അകത്തോട്ട് തള്ളിക്കയറ്റാം. ഇങ്ങനെ തള്ളി അകത്ത് കയറ്റി കഴിയുമ്പം ഇങ്ങനെ ഒരു കപ്പിൻ്റെ ഷേപ്പിൽ നമുക്ക് കവർ കിട്ടും. എന്നിട്ട് ഈ കവറിൻ്റെ അകത്തോട്ട് ഈ മരുന്ന് കുപ്പി കയറ്റി വെക്കാം. ഇങ്ങനെ തൽക്കാലത്തേക്ക് നമുക്ക് കവറിനകത്തിട്ട് കുപ്പി മാറ്റി വെക്കാം. എന്നിട്ട് ചെടിയുടെ ലീഫ് ഉണ്ടാക്കാം. നമുക്ക് ആ നൂൽക്കമ്പി എടുത്തിട്ട് ടേപ്പ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. രണ്ട് സൈഡും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം അതൊരു റെക്ടാങ്കിൾ ഷേപ്പിലായിരിക്കും കിട്ടുന്നത്. നമുക്കിതിനൊരു ഇലയുടെ ഷേപ്പ് വെട്ടിയെടുക്കാം. സിസർ വെച്ച് എൻ്റെ സൈഡ് ജസ്റ്റ് ഒന്ന് കേർവായിട്ട് വെട്ടിക്കൊടുക്കാം. അതുപോലെ മറ്റേ സൈഡും അതുപോലെ വെട്ടിക്കൊടുക്കാം. ഇപ്പോൾ കമ്പി വളഞ്ഞിരിക്കുന്നത് പേടിക്കേണ്ട, നമ്മുടെ ലീഫിനകത്തൊക്കെ ഇങ്ങനെ എല്ലാം വളഞ്ഞായിരിക്കുന്നത്. അപ്പോൾ ഒരു ലീഫിൻ്റെ ഒരു സ്ട്രക്ചർ കിട്ടും. ഇപ്പോൾ അതിൻ്റെ എഡ്ജും അടിഭാഗവും മാത്രം നമുക്കൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ഗ്രീൻ കളറാണ് അടിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കളർ അടിക്കാം. യെല്ലോ വേണമെങ്കിൽ യെല്ലോ അടിക്കാം, ബ്രൗൺ വേണമെങ്കിൽ ബ്രൗൺ അടിക്കാം, ഏത് കളർ വേണമെങ്കിൽ അടിക്കാം. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഗ്രീൻ കളറാണ് അടിക്കുന്നത്. അടുത്ത് നമുക്ക് ചെടിയുടെ തണ്ടുണ്ടാക്കാം. അതിനു വേണ്ടി ഒരു നൂൽക്കമ്പി എടുക്കുക, ടേപ്പ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുക. നമുക്കിപ്പോൾ ഈ തണ്ട് പെയിൻ്റ് അടിക്കാം. ഞാനിതിവിടെ ഗ്രീൻ കളറാണ് ഉപയോഗിക്കുന്നത്. നമുക്കിനി രണ്ട് ലീഫും കൂടെ ഉണ്ടാക്കാം. സെയിം പ്രൊസീജിയർ തന്നെയാണ്. ടേപ്പ് എടുത്ത് കമ്പിയിൽ ഒട്ടിച്ചിട്ട് അതിന് കേർവായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ലീഫിൻ്റെ ഷേപ്പിൽ. പിന്നെ നമുക്ക് അതിനകത്ത് പെയിൻ്റ് അടിക്കും ഗ്രീൻ കളർ. ഞാനിവിടെ ഒരേ നൂൽക്കമ്പി തന്നെ രണ്ട് ഇലയാണ് ഉണ്ടാക്കിയത്. ഞാൻ കമ്പിയുടെ ഒരറ്റത്ത് ഒരു ഇലയും മറ്റേ അറ്റത്ത് വേറൊരു ഇലയും കൂടെ. അങ്ങനെയെങ്കിൽ നമുക്ക് ചുറ്റാനും ഈസി ആയിരിക്കും. അടുത്ത നമുക്ക് പൂ ഉണ്ടാക്കാം. അതിനു വേണ്ടി മുമ്പേ കളറടിച്ച് വെച്ച് നൂൽക്കമ്പി എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് പിസ്താഷ്യൽ ഒന്നൊന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. പിസ്താഷ്യൽ ഒട്ടിക്കാൻ നോക്കിയപ്പോഴാണ് ഓർമ്മ വന്നത്, എൻ്റെ ഗ്ലൂ ഗണ്ണിൻ്റെ പശ തീർന്നുപോയി. ഇനി എന്ത് ചെയ്യുന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഓർമ്മ വന്നത്, അച്ഛൻ്റെ ഫെബി ബോണ്ട് അൽമാരിക്കതിരിപ്പുണ്ടല്ലോ. എന്നാൽ ഒന്നും നോക്കിയില്ല, ഒറ്റ ഓട്ടം അതിങ്ങ് എടുത്തുകൊണ്ട് വന്നു. അത് വെച്ച് പിസ്താഷ്യൽ ഒട്ടിക്കാൻ നോക്കി. പിസ്താഷ്യൽ ഒട്ടിയോ ഇല്ലയോ, പക്ഷേ എൻ്റെ രണ്ട് വിരൽ തന്നെ അങ്ങ് ഒട്ടിപ്പോയി. ഒട്ടിയ രണ്ട് വിരലിൽ നിന്ന് പശ എടുക്കാൻ പെട്ട പാട് എനിക്കേ അറിയുള്ളൂ. എങ്ങനെയോ രണ്ട് വിരൽ ഊരിയെടുത്തു. എന്നിട്ട് ഒന്നൊന്നായി പിസ്താഷ്യൽ അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുത്തു.
കമ്പി നേരെ പിടിച്ച് പിസ്താഷ്യയിൽ ഒട്ടിച്ചപ്പോഴാണ് ഒന്നൊന്നായിട്ട് അതെല്ലാം പൊഴിഞ്ഞു വീഴാൻ തുടങ്ങിയത്. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ട് ഇരുന്നപ്പോൾ ഒരു ഐഡിയ തോന്നി. എന്തുകൊണ്ട് കമ്പി താഴോട്ട് പിടിച്ച് ഒട്ടിച്ചുകൂടാ? അങ്ങനെ ഞാൻ താഴോട്ട് പിടിച്ച് ഒന്നൊന്നായിട്ട് പിസ്താഷ്യയിൽ ഒട്ടിച്ചു കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ ഒട്ടിയോ നോക്കാൻ വേണ്ടി ഞാൻ എൻ്റെ കൈ വെച്ച് ഒന്ന് ചെറുതായിട്ട് അമർത്തി കൊടുത്തു. ഈ പശ ഉണങ്ങിയില്ലെന്ന് വിവരം ഞാൻ ഓർത്തില്ല. ആ പൂ അതേപടി എൻ്റെ കയ്യിൽ ഒട്ടി വന്നു. ഇനിയും ചോറുണ്ണാൻ ചെല്ലുമ്പോൾ അമ്മ കാണുമ്പോൾ ചോദിക്കത്തില്ലേ, മോളെ നീ ക്രാഫ്റ്റ് ചെയ്ത് നിൻ്റെ കയ്യിൽ പൂ കിളിച്ച് വന്നോന്ന്. മനസ്സിൽ സകല ദൈവങ്ങളെ ധ്യാനിച്ചിട്ട് രണ്ടും കൽപ്പിച്ച് ഞാൻ പതുക്കെ വലിച്ചെടുത്തു. അങ്ങനെയാണ് പൂ മാറി വന്നത്. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം ഞാൻ ബ്രഷ് വെച്ചിട്ടാണ് പൂ ഷെല്ലുകൾ ഒട്ടിയോ ഇല്ലയെന്ന് ചെക്ക് ചെയ്തത്. നേരത്തെ നമ്മൾ പെയിൻ്റ് അടിച്ച് വെച്ച് ഇലകൾ ഉണങ്ങി കിട്ടിയപ്പം ഇന്ന് ജസ്റ്റ് നമുക്ക് അതിനകത്ത് ഡീറ്റെയിലിംഗ് ചെയ്യാം. അതിന് വേണ്ടി ഞാൻ സ്കെച്ച് പെന്നാണ് ഉപയോഗിക്കുന്നത്. സ്കെച്ച് പെൻ വെച്ച് ചെറുതായിട്ട് ലൈൻസ് വരച്ചു കൊടുക്കാം. ഈ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷേ നേരിൽ കാണുമ്പോൾ ലൈൻസ് എല്ലാം നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇവിടെ ഞാൻ 2 പൂക്കളാണ് ഉണ്ടാക്കിയത്. ഒന്ന് വലിയത്, ഒന്ന് ചെറുത്. അത് ഒരേ കമ്പിൻ്റെ 2 അറ്റത്താണ്. അപ്പോൾ നമുക്ക് കമ്പി വേസ്റ്റ് ചെയ്യണ്ടല്ലോ. ഒരേ കമ്പിയുടെ 2 അറ്റത്ത് നമുക്ക് 2 പൂവായിട്ട് ഉണ്ടാക്കി. ഒരു വലിയ പൂവും ഒരു ചെറിയ പൂവും. അതേപോലെ ഒരേ കമ്പിയെ തന്നെ 2 ഇലകൾ ഉണ്ടാക്കിയത് അത് ഈ കമ്പിയിലോട്ട് ചുറ്റി കൊടുക്കുകയാണ്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് 2 ഇലയും കൂടെ ആഡ് ചെയ്താലോ. അതുകൊണ്ട് ഞാൻ പിന്നെ 2 ഇലയും കൂടെ ഉണ്ടാക്കി, സെയിം പ്രൊസീജിയർ വെച്ചിട്ട്. രണ്ടാമതുണ്ടാക്കിയില്ല അതേപടി ആ പൂവിൻ്റെ തണ്ടിലോട്ട് ചുറ്റി കൊടുത്തിട്ടുണ്ട്. പൂ ഇങ്ങനെ കാണുന്നതിന് നല്ല രസമുണ്ട്. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കളർ അടിച്ചു കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ യെല്ലോ കളറാണ് അടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള കളർ അടിക്കാം. ബ്ലൂ അടിക്കാം, പിങ്ക് അടിക്കാം, ഏത് കളർ വേണമെങ്കിൽ അടിക്കാം. ഇവിടെ എനിക്ക് യെല്ലോ കുറച്ചുകൂടി നല്ലതാണെന്ന് തോന്നിയപ്പോൾ യെല്ലോ ആണ് അടിക്കുന്നത്. ഇപ്പോൾ 2 പൂവേലും തണ്ടയിലും ഇലയിലും നമ്മൾ കളർ അടിച്ചു കഴിഞ്ഞു.
ഇനി നമുക്ക് മാറ്റി വെച്ച് ആ കുപ്പിയുടെ മുകളിലിരിക്കുന്ന കവറിലോട്ടും ഒരു ബ്രൗൺ കളർ അടിച്ചു കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു ടേപ്പ് വെച്ചൊരു ചെറിയൊരു ബോ ഉണ്ടാക്കുവാണ്, ചെറിയൊരു ഡിസൈൻ വേണ്ടി. അതിൻ്റെ അറ്റം ഗം വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നു. കവറിൽ കളർ എടുത്തതിന് ശേഷം നമുക്ക് ആ കുപ്പി തിരികെ ആ കവറിനകത്ത് കയറ്റി വെക്കാം. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ബോ അതിന് മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ ഗോൾഡൻ കളറാണ് ആ ബോയിൽ അടിച്ചേക്കുന്നത്. അത് അതിന് മുകളിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ആ കുപ്പിക്കകത്തോടെ നമ്മൾ ഉണ്ടാക്കിയ ഫ്ലവറും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഡിസൈന് വേണ്ടി ഞാൻ താഴെ മുത്ത് വെച്ച് സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ആ സ്റ്റാൻഡിൻ്റെ മുകളിലോട്ട് ഞാൻ ഈ കുപ്പിയും ഫ്ലവറും കൂടി വെക്കുവാണ്. എടാ, ഇതാണ് നമ്മുടെ വീട്ടിൽ വേസ്റ്റായി വെച്ചിരുന്ന പ്ലാസ്റ്റിക് കുപ്പി വെച്ചിട്ട് ഒരു ഫ്ലവർ വേസും ഫ്ലവറും ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണേ. ഈ ക്രാഫ്റ്റിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. പിന്നെ നിങ്ങളെ വേണ്ടപ്പെട്ടവർക്ക് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ടിൽ ദെൻ, ബൈ ബൈ.